മേ ബി ഇത്രയും വൃത്തികെട്ട മണമുള്ളത് കൊണ്ട് ഞാൻ ഇതിനൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നാണ് ഓണം വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്, കാരണം ഇപ്പം സമയം 5 മണി. ഇവിടെ എല്ലാവരും എണീച്ചിട്ടൊന്നുമില്ല. ഞാൻ വെറുതെ സൗണ്ട് ഉണ്ടാക്കി എല്ലാവരും എണീപ്പിക്കുന്നില്ല. ഒരു ഓണം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കസിൻസും എല്ലാവരും കൂടെ മുജുക്കുന്ന് ടെമ്പിളിലേക്ക് പോവുകയാണ്. 4 മണിക്ക് എണീച്ചിരിക്കുന്നുണ്ട്. നമുക്കെന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ, നൈറ്റ് ഉറക്കം വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് ലെൻസ് വാങ്ങാൻ മറന്ന് ഇനി സാധനം കാണാൻ കഴിയുന്നില്ല. ഹെയർ കേൾ ചെയ്യണം. അതിനുള്ള സാധനമൊക്കെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. പല്ല് തേച്ച് വന്നിട്ട് നിൽക്കുകയാണ്. അയ്യോ, പല്ലൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. ഫേസ് ക്ലെൻസ് ചെയ്യാൻ എടുക്കുന്നത് ഈ ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ലെൻസറാണ്. നമ്മുടെ ഫേസിനെ സോഫ്റ്റ് ആക്കാനും നറിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അത്യാവശ്യം കുറച്ച് പ്രീമിയം സാധനമാണ്, നല്ല പൈസ ഉണ്ട് ഇത്. സോ ഞാൻ എല്ലാവർക്കും ഒന്നും ഇത് വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഡെർമാവൈവിൻ്റെ ക്ലെൻസർ. ഇത് 1000 റുപ്പീസാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 100 ml 1000 ആകുന്നത് 250 ml ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലെൻസ് ചെയ്ത് വന്നു. ആ ഒരു ഡിഫറൻസും ആ ഒരു ഗ്ലോ ഇപ്പം നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു റൈസിൻ്റെ ഫ്ലേവർ വരുന്ന ഒരു ഷീറ്റ് മാസ്കും കൂടെ വെക്കാൻ പോവാണ്. ഫേസ് ഒന്നും കൂടെ ഈ തൂങ്ങിയ മുഖം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ നമ്മുടെ മെഡാസിൽ ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന മെഡാസിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല, ഷോപ്പിൽ പോയി വാങ്ങിച്ചൊരു ഷീറ്റ് മാസ്കാണ്. ആൻഡ് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പം ഞാൻ ഷീറ്റ് മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് മാസ്ക് വെച്ചപ്പോഴേക്കും ഇതിൻ്റെ സ്മെല്ലുണ്ട്. ദൈവമേ, റൈസിൻ്റെ സ്മെല്ലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഞാൻ നൈക്കയുടെ ഷീറ്റ് മാസ്കാണ് വാങ്ങല്. അതിന് ഇങ്ങനത്തെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കറക്റ്റ് ഈ അരി ചീഞ്ഞ മണം. ഡിസ്കസ്റ്റിംഗ് ആണ്. പക്ഷെ സഹിക്കല്ലാതെ വേറെ നിവർത്തിയില്ല. മേ ബി ഇത്രയും വൃത്തികെട്ട മണമുള്ളത് കൊണ്ട് ഞാൻ ഇതിനൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ മൂക്കിൻ്റെ അടുത്തുനിന്ന് കൈ എടുത്താലും മണത്തിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. ബൈ. അങ്ങനെ ഹെയർ സെറ്റ് ചെയ്യുന്ന തിരക്കിലും പിന്നെ ഇവരെ കൂട്ടാൻ പോകേണ്ട തിരക്കിലും പിന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തുന്നത്, അവനെ കൂട്ടാൻ പോകേണ്ട തിരക്കിലും എല്ലാത്തിലും എനിക്ക് എൻ്റെ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ എങ്ങനെയൊക്കെ ഓടിപ്പടഞ്ഞ് 6 മണിക്ക് ഇറങ്ങണമെന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാനേ ഇറങ്ങിയത് 6:30 ആയപ്പോഴാണ് ഞാൻ അവരെ പിക്ക് ചെയ്യാൻ സ്പോട്ടിലെത്തിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് വിട്ടു. വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. 100-110 കത്തിച്ചങ്ങ് കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ പോയ സമയത്ത് ഓണത്തിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വ്ളോഗും കാര്യങ്ങളും എനിക്ക് അവിടെ എത്തിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചെറിയ ക്ലിപ്സ് ഓർമ്മ വന്നപ്പോൾ എടുത്തു വെച്ചു. പോയി വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട്. പക്ഷേ ഫോട്ടോസ്, കാരണം നമുക്ക് ക്യാമറാമാൻ ഇല്ല, നമ്മൾ ഫോണിലാണ് ഫോട്ടോസ് എടുത്തത്. പിന്നെ കുറച്ചൊക്കെ ലൈറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറേ ഫോട്ടോസ് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സൈഡിൽ നിന്നുള്ള ഷോട്ടിങ് കിട്ടിയില്ലെങ്കിലും ബാക്കി കുറേ ഫോട്ടോസ് അടിപൊളിയായിട്ട്. എൻ്റെ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പറല്ലേ? അപ്പം ഇത്രയും അണിഞ്ഞ് ഒരുങ്ങി ഞാൻ പോയത് വെറുതെ ആയോ? ഞാൻ ഇവിടെ വീട്ടിൽ നിന്നെങ്കിലും ഒരു റീൽസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ നോക്കാം. ബൈ. നമ്മൾ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം എടുത്തു കാണിച്ചു. ഒന്ന് കുളിച്ചിട്ട്, എൻ്റെ ബർത്ത്ഡേ എൻ്റെ നാളാണെന്ന്, ഒന്ന് കുളിച്ചിട്ട്
ഫുഡ് കഴിക്കാൻ എന്നെ വിളിക്കുന്നുണ്ട്. ഭയങ്കര വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊരു ടീംസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു കുട്ടി ഉറക്കമൊക്കെ ഉറങ്ങി 3 മണിയാവാൻ നേരത്താണ് ഇതിറ്റുങ്ങൾ ചോറുണ്ടാകുന്നത്. ഇതെൻ്റെ ജിമ്മിലെ എൻ്റെ അനിയന്മാരുണ്ടോ. വീഡിയോസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന് ഭയങ്കര നാണം കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ടോ ഷൈ ആണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു നാണം കുടുങ്ങിയാണല്ലോളാന്ന്. അങ്ങനെ അവർ വന്നു. അവർ എപ്പോഴും എൻ്റെ അടുത്ത് പറയലുണ്ടായിരുന്നു, ഓണത്തിന് ഞങ്ങൾ വിളിക്കൂലേ, സദ്യ തരൂലേ എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ ട്രീറ്റും ചോദിക്കലുണ്ടായിരുന്നു. അപ്പം എല്ലാം പാടി ഇതിലങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ച് ഓണത്തിന് ഞാൻ അവരെ വിളിച്ചു. ഇന്ന് എൻ്റെ നാളും കൂടെയായിരുന്നു. ഉത്രാടം 1-ാം ഓണത്തിനാണ് എൻ്റെ നാള് വരുന്നത്. സോ 3 എണ്ണത്തിൻ്റെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞു. വാക്ക് പാലിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ അവർക്ക് വയറു നിറയെ ഫുഡും കൊടുത്തിട്ടാണ് ഞാൻ അവരെ വിട്ടത്. എൻ്റെ ഡോണേനെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ അച്ഛൻ, അമ്മ, അവരൊക്കെ, അച്ഛൻ പിന്നെ ഇവരെ കാണലുണ്ട്, അമ്മ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡോണ പിന്നെ എല്ലാവരുടെ അടുത്തും അമ്മായിയാണ്. പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും ഇണങ്ങും. ഒരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവളെ ഓവർ എടുത്ത് നടക്കുന്നത് അവനിഷ്ടമല്ല. സോറി, അവളല്ല, അവനായിരുന്നു. ഞങ്ങളെപ്പോഴും അവനെന്നൊക്കെ വിളിക്കലുണ്ട്. പിന്നെ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ സ്ഥലം വിട്ടു. ഇനി അടുത്ത ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. 2 വീഡിയോയും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തിടാണ്. ഹായ്, ഹലോ ഗായ്സ്. അപ്പം ഇന്ന് 2nd ഡേ ആണ്. ഇന്നാണ് ഓണം വരുന്നത്. ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാക്കിയിട്ട് ഞാൻ ഇന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഓണം എന്ന് പറയുന്നത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ്. സോ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഡ്രസ്സ് മാറിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് സാരിയൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാവാടിയും ബ്ലൗസോ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകണമായിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചിട്ട് സാരി കൊടുത്തു. ഈ വർഷം ഞാൻ സാരി പറഞ്ഞ സാധനമേ കൊടുത്തില്ല. ഓണപ്പരിപാടിക്കും ഓഫീസിലേക്കും ജിമ്മിലേക്കും ഒക്കെ ഞാൻ ധാവണിയായിരുന്നു കൊടുത്തത്. സോ ഇതെൻ്റെ കഴിഞ്ഞ ഓണപ്പരിപാടീൻ്റെ സാരിയാണ്. ഞാൻ ഓണമായതുകൊണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല രീതിക്ക് തടി വെച്ചിട്ടുണ്ട്. ഫേസൊക്കെ നല്ലോണം ചാടിയുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഡയറ്റിലേക്ക് ഇറങ്ങണം ഗൈസ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മളിത് അവിടെ അമ്മമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമ്മേൻ്റെ വീടല്ല, ദിമിന ചേച്ചിയുടെ വീടാണ്. നമ്മൾ ഇവിടെ നിന്നാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഫുഡ് ഐറ്റംസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം എന്നിട്ട് കാണിക്കാം. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗായ്സ്. വാഴക്കുല എത്തി ഗായ്സ്. വാഴക്കുല എന്നെ സാരിയിൽ കണ്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര കൗതുകം. അപ്പോൾ അവർക്കും സാരി ഉടുക്കണം, ഫോട്ടോസ് എടുക്കണം, റീൽസ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഞാനൊരു ഇൻസ്പിറേഷൻ തന്നെ ആയിട്ട് മാറി അവിടെ എല്ലാവർക്കും. സാരി ഉടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ എല്ലാവരും പിരിയൊക്കെ കയറ്റി അങ്ങനെ സാരി വൈബിലേക്ക് കൊണ്ടുവന്നു. ഒരു ഓണൊക്കെ ആയിട്ട് സാരി ഉടുത്തില്ലെങ്കിൽ പിന്നെ എന്തോണ അല്ലേ. ഞാനൊക്കെ ഇടക്കായിരുന്നു, വരൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഞങ്ങളുടെ ഈ കൊച്ചു വലിയ ഫാമിലിക്ക് പറ്റാവുന്ന എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓണസദ്യയായിരുന്നു കേട്ടോ ഇത്. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഗായ്സ്. സിംബക്കുട്ടി വന്നു, ചേച്ചി കിടക്കുക. അടിക്കുന്നില്ലേ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പഴത്തിനോ ഗായ്സ് എല്ലാം കഴിച്ചു ഗായ്സ്. ഗുഡ് ഗേൾ.
ആരും സാരി ഉടുക്കുന്നില്ല, എല്ലാവരും മടിയന്മാരാണ്. സോ ഞാനിത് മാറ്റാൻ പോവാണ്. കണ്ടോ, അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. റെസ്റ്റ് ടൈമാണ്. എല്ലാവരും സൈഡായി കൂട്ടാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഞാൻ എന്താ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. നാളെ ഓഫീസിൽ പോകാൻ എന്നൊക്കെ ഉള്ളൊരു സങ്കടമുണ്ട്. സോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.